നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. പ്രിയമുള്ളവരെ, നാടകത്തിൽ വേഷമിടുന്നവരും കഥാപാത്രങ്ങളും: നകുലൻ, സർവശ്രീ കഞ്ഞിത്തോട് രായൻ, രാമനാഥൻ, തൊളിക്കോട് ബൈജു, ഉണ്ണിത്താൻ, സത്യൻ കുണ്ടറ, തമ്പി, തുമ്പമൺ ബിജു, ഡോക്ടർ സണ്ണി, അനിൽ ക്നാപ്പിക്കര, നാഗവല്ലി, വടുതല വത്സല, ശ്രീദേവി, നടക്കുന്നം രമണി. പ്രിയമുള്ളവരെ, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടരുകയാണ്. അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത. ഈ വരുന്ന ജൂൺ ആദ്യവാരം മുതൽ എന്റെ മോനെ സ്കൂളിൽ ചേർക്കുന്ന വിവരം സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ആ മണിച്ചിറത്താഴിന്റെ നാടകം മൊത്തം കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. ഈ ടോർച്ച് അടിച്ചത് എങ്ങനെ തള്ളി കയറി പോവാ? പൊറോട്ടടിക്ക് മതിയോ? നിന്റെ പുറയിലേക്കല്ല, മുമ്പോട്ടടിക്കാൻ. അടക്കങ്ങോട്ട് എന്നെ അടിക്കാൻ പറഞ്ഞറിയാമോ? വല്ല തവളയിലും തട്ടി ഞാൻ പാടത്തേക്ക് വീഴുന്നത്. വല്ല തവള പിടുത്തക്കാരും വന്നു കഴിഞ്ഞാൽ നാളെ ഈ നേരത്തെ ഞാൻ കുഞ്ഞാർക്കന്റെ ഷാപ്പിലിരിക്കും തവള കറിയായിട്ട്. അറിയാമോ? നല്ല ഒന്നാന്തരം ഒരു നാടകം ഞാൻ അവിടെ നിന്ന് കാണുമായിരുന്നോ? എനിക്ക് നാടകക്കാരെയൊക്കെ എന്തോരം ഇഷ്ടമാണെന്ന് അറിയാവോ? അത് കാണാൻ പോലും സമ്മതിച്ചില്ല. നാടകം കണ്ടാ മതിയോ? നാടകം കണ്ടാ മതിയോ? 3 ദിവസമായിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട്. ഇന്നേ വരെ ഈ കൊച്ചിന്റെ മുഖത്ത് സമാധാനമായിട്ടൊന്ന് നോക്കാനോ 2 വാക്ക് സംസാരിക്കാനോ ഈ കൂട്ടച്ചിട്ട വിരലുമ്മ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ലാന്ന്. എല്ലാത്തിനും കാരണം ആ പെങ്ങളെ ചെറുക്കനാ ചെകുത്താൻ. 24 മണിക്കൂർ പിടിച്ചോണ്ട് പിന്നാലെ നടക്കുന്നത്. കല്യാണത്തിന് മുമ്പ് എന്നെ കാണുമ്പോ കരിങ്കല്ലിന് വീക്കിക്കൊണ്ടിരുന്ന മുതല ഇപ്പൊ അവന് എന്റെ കൂടെ തന്നെ കിടന്നാലും ഉറക്കം വരുള്ളൂ. എന്നാ തന്തേം തണ്ട ഇത് മനസ്സിലാക്കണ്ടേ? അളിയനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അളിയാ ചെറുക്കൻ ഉറങ്ങിക്കഴിയുമ്പോ ഒന്നെടുത്ത് കിടത്തിയേക്കണം. പിറ്റേ ദിവസം കണ്ണു തുറന്നപ്പോ ഞാൻ കിടക്കണ അളിയന്റെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയും? പോത്ത് പോലെ കിടന്ന് ഉറങ്ങരുത്. കൊച്ചു മാറിപ്പോയിട്ട് ഈ ചെറുക്കനെ എന്നെ തോളത്തെടുത്തുകൊണ്ട് പോയില്ലേ? അല്ല പിന്നെ വാങ്ങിട്. ഞാൻ വരുന്നൊന്നുമില്ല. എന്നെ വല്ലാന്ന് ഇത്രയും ധൃതി കാണിച്ച് എന്തോത്തിന് എന്നെ വിളിച്ചോണ്ട് പോ അവിടുന്ന്. എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോഴല്ലേ 2 പേരും ചോറ് കഴിച്ചിട്ട് വന്നത്. എന്തൊരു വിശപ്പായത്! എന്റെ ദൈവമേ, ഈ പിശാചിന് പറഞ്ഞിട്ടും മനസ്സിലാവണം. നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് എനിക്കറിയാം. ഇതിന് മനസ്സിലാവുള്ളത് നിങ്ങൾ വന്നേക്കിട്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകണം. നമുക്ക് അമ്പലത്തിൽ ഞാൻ രാവിലെ പോയായിരുന്നു. പുഷ്പാഞ്ജലി എഴുതിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോ കൗണ്ടറിലിരുന്ന് പറഞ്ഞു പേരും നാളും എന്നാ പ്രസാദ് ഭരണി എന്ന് പറഞ്ഞപ്പോ ആ പൊട്ടം പറയാ പ്രസാദം ടിന്നിലല്ലേ ചേട്ടാ. ഓ എന്നിട്ട് അടുത്ത ചേട്ടൻ പറയണ്ട പ്രസീത മകം. നിന്റെ പേരും നാളും അവനെങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയി. അപ്പൊ ഞാൻ എന്റെ പേരും നാളും പറഞ്ഞു കൊടുത്തപ്പോ അയാൾ നോട്ട് ചെയ്ത് കാണും. നോട്ടാ പോയിന്റെ 38 വർഷമായിട്ട് ഡെയിലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ പേരും നാളും അവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് ഒറ്റ ദിവസം അവളെ കണ്ടിട്ടുള്ളൂ. പേര്, നാള്, ആധാർ കാർഡിന്റെ നമ്പർ അടക്കം മേടിച്ചു വെച്ചേക്കോ. ചേട്ടാ, ഈ പാടത്ത് നിറയെ മീനുണ്ട്. നമുക്കേ മീനെ പിടിക്കാം. അതെ, ഈ രാത്രി ഈ തോടാരും എടുത്തുണ്ടാവില്ല. നാളെ നേരം വെളുത്ത് ഞാൻ നിനക്ക് ഇതിനകത്ത് നീലത്തിമിംഗലത്തിന് വേണമെങ്കിൽ പിടിച്ചു തരാം. എന്തോ നോക്കുന്നേ? പൊന്നെ, നിനക്ക് തണുക്കുണ്ടോ? എനിക്ക് തണുക്കുന്നില്ല. എനിക്ക് നല്ല കുളിര്. ഇതങ്ങോട്ട് പൊതച്ചങ്ങ് നിന്നാ മതി, കുളിരങ്ങ് മാറും. കേമായി. എന്നിട്ട് വേണം പാടത്ത് കൊക്കിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വെടിവെച്ചിടാനായിട്ട് എന്നെ കൊല്ലാനായിട്ട്. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. രാവിലെ അമ്പലത്തിൽ പോകാൻ നേരം നല്ല ഒന്നാമതൊരു ഒരു സാരി ഞാൻ ഉടുത്തോണ്ട് പോയി. അത് നിങ്ങളൊന്ന് കണ്ടോ? ഇപ്പൊ വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ ആ സാരി സാരി ഉടുക്കരുത്. എന്റെ ദൈവമേ, അത് ചുറ്റി 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 വരാനായിട്ട് തന്നെ നേരം വേണം. ഞാൻ പിന്നെ അതിന്റെ പ്ലേറ്റ് പിടിക്കണം. അളിയനും പെങ്ങളും ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വരുമെന്ന് നീ പറഞ്ഞിട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ദിവസം രാത്രി അമ്മൂമ്മയുടെ മുറിയിൽ എന്തോത്തിനെ കയറി വന്നേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഭാര്യ എവിടെയാ കിടക്കണത്? ഭർത്താവിന്റെ അടുത്ത്. ഇവിടെ അമ്മൂമ്മയുടെ മുറി പോയി കിടന്നേക്കണം. രാത്രി ആരും കാണാണ്ട് ഇവളെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഭിത്തിമേ പെടച്ച് കയറി നേരെ ഓട് പൊളിച്ച് മീശമാധവ സ്റ്റൈലില് ഫാനുമ്മ തൂങ്ങി ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. മെനകെട്ട കിളവി ആ സമയത്ത് ഫാൻ ഓൺ ചെയ്തെന്ന് ഞാൻ അവിടെ കിടന്ന് കറങ്ങി 14 ലോകം ഞാൻ കണ്ടു. എന്റെ ഭാഗ്യത്തിന് അന്നേരം കറണ്ട് പോയി. അതുകൊണ്ട് ഞാൻ ഉയരായിട്ട് ഇവിടെ നിൽക്കണു. ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ? എന്റെ പൊന്നിനോട് ഞാൻ ദേഷ്യപ്പെടൂ? എന്നോട് ദേഷ്യപ്പെടൂ? ഇല്ലെന്ന്. എന്റെ കൊലുസ് കാണുന്നില്ല ചേട്ടാ.
കൊലുസ് വീട്ടിലെ കട്ടിലിന്റെ അടിയിലിട്ടു. അമ്പലം പറമ്പിൽ എവിടെ പോയതാ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ കൊലുസ് ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, കൊലുസ്! എന്റെ ദൈവമേ, 1 പവന്റെ കൊലുസാ ഇന്നത്തെ വിലക്ക്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ചേട്ടാ. ചില സമയങ്ങളില് സ്വർണത്തെക്കാൾ വിലയുണ്ട് സമയത്തിന്. ഞാൻ വരുന്നില്ല. എന്റെ ദൈവമേ, പാമ്പോ? ഹലോ, എന്നടാ? കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ആ കുട്ടിയുടെ കുട്ടിയല്ല ഞാൻ. ആ കുട്ടീനെ കെട്ടിയകളെ കെട്ടിയവനാ. ആദ്യം ഇവിടെ തന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയാ മതി. എന്തോ സാറ്റലൈറ്റാ? നല്ലെന്ന് പിന്നെ നീ ആദ്യം എന്നോട് പറയാ, ഞാൻ പറഞ്ഞോളാം അവളോട് കാര്യം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് തന്നെ കാര്യം പറയാം. ആ കുട്ടിയുടെ ഒരു ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ദൈവമേ, മാട്രിമോണിയൽ സൈറ്റായ സൈറ്റ് മൊത്തം തിരക്കിയിട്ടാ പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടിയത്. അപ്പോഴേ നാട്ടുകാരി ക്ലിപ്പും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കണേ. അയ്യോ, നിങ്ങളിത് എവിടെ കാട് കയറി പോകുന്നു? എന്റെ പൊന്നേട്ടാ, ഈ പെങ്കൊച്ച് എന്റെ മുമ്പ് ഇരുന്ന് നാടകം കണ്ടോണ്ടിരിക്കുകയാണ്. അവളെ തലേന്ന് ഒരു ക്ലിപ്പ് അഴിഞ്ഞു വീണ്. അത് എന്റെ കയ്യിലുണ്ട്. അത് കൊണ്ട് തരാൻ വേണ്ടിട്ട് വന്നതാ. ഈ പാതിരാത്രി 12 മണിക്ക് ഇയാളെന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മനുഷ്യ. അവനോട് അങ്ങനെ ദേഷ്യപ്പെടലേ. നമ്മൾ നഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് തിരിച്ചു കൊണ്ടു തന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് അവൻ. അനിയങ്ങ ഒന്ന് ചോദിച്ചു, അനിയന്റെ പേര്? സുഖലാൽ. നിനക്ക് പേരിലെങ്കിലും അതുണ്ട്, എനിക്ക് പേരിന് പോലും ഇല്ലടാ. അനിയൻ എന്ത് ചെയ്യുന്നു? ഞാൻ ബേസിക്കലി നാടകം നടനാണ്. അല്ല, സിനിമാ നടനാണ്, നാടകത്തിലല്ല. ആര്? ആസിഫ് അലി. ആസിഫ് അലി എന്നല്ല പറഞ്ഞത്. ബേസിക്കലി ഞാനൊരു നാടക നടനാണ്. ആണോ? പിന്നെ നടനാണോ? പിന്നെ നാടക നടനാണ്. എന്റെ ദൈവമേ, എനിക്ക് ഈ നാടകക്കാരി എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? ആണോ? ഭയങ്കര ഇഷ്ടമാ. ഇതാണ് പറയുന്നത്, ആലുങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ നാടകം. നാടകം നല്ല വായിൽ പുണ്ണെന്നല്ലേ? എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് പറഞ്ഞു പോയതാ എന്റെ പൊന്നാളിയോ. അതെ, നാടകമൊക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാ എനിക്ക്. ഞാന് അമച്ചർ നാടക. മിച്ചർ നാടകോ? മിച്ചർ നാടകമല്ല, അമച്ചർ നാടകം. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കുള്ള നാടകം, ഏകാംഗ നാടകം. ഏകാംഗ നാടകം ഒറ്റയ്ക്കേ ഉള്ളൂ. നാടകത്തിൽ കണ്ടിട്ടില്ല. അടുത്ത വർഷം മുതൽ മാറും. അടുത്ത വർഷം മുതൽ 2 പേരാ നാടകത്തില്. അതിന്റെ പേരിനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമരപ്പയറായിരിക്കും. അമരപ്പയറല്ല, അതിന് പറ്റിയ ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടകമൊക്കെ കാണുമെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ പെർഫോമൻസ് ചെയ്യൂ? അറിയില്ല, 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്ത്? അല്ല, ഇവിടെ റീൽസ് ഒക്കെ പെർഫോം ചെയ്യാറുണ്ട് പറയുന്നു, എനിക്കറിയില്ല. ചേട്ടൻ കഴിഞ്ഞ വർഷം ഏത് നാടകത്തിലായിരുന്നു? അതുമില്ല. അപ്പൊ ഈ വർഷം? അതുമില്ല, ഇതുമില്ല. ഇങ്ങനെ മതിയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടാണല്ലോ അടുത്ത വർഷം വേറൊരു നാടകം ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തത്. ഞാനാണ് നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ചേട്ടനെ കണ്ടിട്ടില്ലേ? എന്റെ പൊന്നെ, ജഡേജ് എന്ന് പറഞ്ഞ നാടകം കണ്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ കോളേജിൽ കളിച്ചല്ലേ ഇത്. ആ ജഡേജ് എന്ന് പറഞ്ഞ നാടകത്തിൽ ജഡയും വെച്ച് വരുന്ന ആരാ? ഞാനല്ലേ. ചേട്ടനോ? മനസ്സിലാകത്തില്ലായിരുന്നു. അതെന്റെ മേക്ക് ഓവർ അങ്ങനെയാണ്. ഞാൻ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അടുത്ത വർഷത്തെ നാടകത്തിൽ കൊച്ചിനെ തിരിച്ചറിയാനേ പറ്റൂല. അവക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നീ ഏത് പാതിരാത്രി എവിടെ പോയി നിന്നാലും പിന്നെ ഞാൻ പൊക്കും. ചേട്ടാ, അതും ഇതും പറഞ്ഞു നിൽക്കാതെ അതെ കൊലുസു നോക്ക് ചേട്ടാ. കൊലുസു നോക്കാം, കൊലുസു. അതെ, എന്നാ കാണിക്കാൻ നിൽക്കുവാ? ക്ലിപ്പ് കൊടുത്തില്ലേ? പോ 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 പോ, കൊലുസും കൊണ്ട് കളഞ്ഞ. ഹലോ, പാദസരം. രാവിലെ അമ്പലം തുറക്കും, അതിന്റെ നടക്ക് വന്ന് ഊതിയിട്ട് നീ നിന്റെ പാട്ടിന് പോ. എന്തോ നാദസരം? പാദസരം. ആ കൊച്ചിന്റെ കാലിന്ന് പാദസരം അഴിഞ്ഞു വീഴുന്ന ഞാൻ കണ്ടു. ഇതെവിടെ കിടക്കി? അമ്പലപ്പറമ്പിൽ. നിന്റെ കണ്ണ് സമ്മതിച്ചു തന്നെ. 10-15 ആൾക്കാരും ലൈറ്റ് വെട്ടമുള്ള ആ സ്ഥലത്ത് നീ കറക്റ്റായിട്ട് എങ്ങനെ കണ്ടു? ചുമന്ന ഡ്രസ് ഇട്ട് ഒരു കൊച്ചി എന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡ്രസ് കണ്ടപ്പോ അതിൽ തന്നെ ഞാൻ നോക്കിയിരുന്നു. ചുമപ്പ് നീ കണ്ടു? ആ. പച്ചനെ പച്ച ഷർട്ടിട്ട് ഞാൻ അവിടെ നിന്നിട്ട് അത് മാത്രം നിന്റെ കണ്ണി കണ്ടില്ലടാ കാല. അല്ല, ചേട്ടന്റെ നാടകത്തിന്റെ പേരെന്താന്ന് പറഞ്ഞില്ല. അളിയനും പെങ്ങളും ഇപ്പൊ വരും. അതല്ല പ്രതീക്ഷ. ആകെ ഒരു പ്രതീക്ഷയാണ് നീ ഈ കുളം കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നാടകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗംഭീര വെടിക്കെട്ടുണ്ടായിരിക്കുന്നതാണ്. എന്റെ ദൈവമേ, അവരവിടെ തുടങ്ങി. ചേട്ടാ, എന്റെ പൊന്നളിയാ പോടവേ, പിന്നെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിക്കല്ലേ പോ. ഹലോ, ജോർജ് സാറ് പിന്നെ എന്നടാ? ആ കൊച്ചിന്റെ തലമുടിയിൽ നിന്ന് അഴിഞ്ഞു വീണ വാടിയ പൂ. ഇത് വാടിയതല്ല, ഇവൻ നോക്കി വാട്ടിയതാണ്. ഇവനെ കണ്ടറിയാം. ഈ പൂ തലേ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വാടിയ പൂ ഇതെന്തായാലും തിരിച്ചു കൊണ്ട് തരുന്ന സംഭവമാണല്ലോ.
കാരണം ഇതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ജീവിക്കേണ്ടത്. മഴയാണ്, പണിയില്ല. നാളെ ഇത് പണയം വെച്ചിട്ട് വേണം ഞാൻ ഇവക്ക് ചെലവിന് കൊടുക്കാൻ. എന്തൊരു മനസ്സാടാ നിന്റെ. ഈ പൂ തലയിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ. കാര്യം എങ്കിൽ അത്ര ഭംഗിയുണ്ടേ, അതുകൊണ്ടാണ്. ഇവക്കടെ ക്ലിപ്പ് കൊണ്ട് തരുന്നു, ആ കൊലുസ് കൊണ്ട് തരുന്നു, വാടിയ മുല്ലപ്പൂ കൊണ്ട് തരുന്നു. ഇങ്ങനെ കൊണ്ട് തരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് എന്തോ ബന്ധമുണ്ട്. എന്ത് ബന്ധം? എനിക്ക് കൊച്ചിനെ അറിയോലുമില്ല. അനാവശ്യം പറഞ്ഞത്, എനിക്ക് അയാളെ അറിയത്ത് പോലുമില്ല കേട്ടോ. കൊച്ചിനെ അറിയത്ത് പോലുമില്ല. അവിടെ കിടന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് തന്നതല്ലേ. നീ കൂടുതൽ ഇങ്ങനെ പണയണ്ട. പിന്നെ പോയേ പോ. ചുമ്മാ ആവശ്യമില്ലാതെ. അറിയാത്തൊരു മനുഷ്യൻ നമ്മൾ എന്തോ എന്റെ ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് വീടും തുറന്ന് ചവിട്ടി പൊട്ടിക്കോ ദേഷ്യത്തിന്. നിങ്ങൾ വന്നേരി ഇങ്ങട്. ചേട്ടാ താക്കോല് കയ്യിലില്ല. താക്കോല് കൈ കാണുന്നില്ല ചേട്ടാ. എന്റെ ദൈവമേ, താക്കോലും ഈ പ്രാന്തിനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. പൊന്നാളിയാ ഒന്ന് വാടവേ, ചെറുതിണ്ട് പോയിട്ടതാ. നീ അവിടെ കിടന്ന് ഇവിടെ ക്ലിപ്പ് കണ്ടു, കൊലുസ് കണ്ടു, മുല്ലമാല കണ്ടു. അവിടെ എവിടെയെങ്കിലും ഒരു താക്കോല് കിടക്കണം കണ്ടോ? ഈ പറയുന്ന കൊലുസ്, ഈ പറയുന്ന ക്ലിപ്പ്, ഈ പറയുന്ന മുല്ലമാല, ഇതൊക്കെ പെമ്പിള്ളേരുടെ പ്രോപ്പർട്ടിയാ. എനിക്ക് അതേ കണ്ണി പിടിക്കും. അതാണ് ഒരു ലഹരി. ഈ താക്കോല് പെമ്പിള്ളേരുടെ സാധനമല്ല. അതുകൊണ്ട് ഞാൻ എടുക്കാനും പോയില്ല. ആവശ്യമുള്ള ഒരു കാര്യം നീ കാണരുത്. എന്റെ ദൈവമേ, ഇനി ഞാൻ ഈ താക്കോല് എവിടെ പോയി തപ്പു. ഹലോ ഹലോ അളിയാ. അളിയാ, നിങ്ങൾ എവിടാ? അതെ, ഞങ്ങളെ നാടകം മൊത്തം കാണാൻ നിന്നില്ല. ഇന്നലെ ഇപ്പൊ പോന്ന്. ആണോ? അളിയ എവിടെ അളിയാ? ഞാന് വീട്ടിലുണ്ട്. ഞങ്ങള് ഫാമിലി ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഞാൻ പോരുന്നു. വീട്ടിലാ? വീട്ടിലുണ്ട്. എടി അളിയൻ വീട്ടിലുണ്ടെന്ന്. നാടകം കണ്ടോണ്ടിരുന്നതിനിടയ്ക്ക് ചേച്ചി വന്ന് എന്റെ താക്കോല് വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. അളിയാ, പെട്ടെന്ന് വാളിയാ. എന്നാ വല്ല പ്രശ്നമുണ്ടോ? അല്ലല്ലോ, മോൻ നീ വന്നിട്ടേ കിടക്കൂ, നിന്റെ കൂടെ കിടക്കത്തോളം ഒരേ വാശിയിൽ ഇങ്ങനെ നിക്കാണ്. പെട്ടെന്നൊന്ന് വാ. ചെകുത്താൻ ചെറുക്കനവിടെ നമ്മളെ കാത്തിരിക്കാന്ന്. നമ്മൾ കയറി ചെന്നാൽ അവന് ഉറങ്ങൂന്ന്. ഒരു കാര്യം ചെയ്യും, വാ. ഇതിപ്പോ എവിടെ പോവാ? വീട്ടിലേക്കല്ല, പിന്നെ അമ്പലപ്പറമ്പിലേക്ക് പോവാ. എന്തോ കാര്യത്തിനാ? ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമല്ലോ. വാ, കപ്പലണ്ടി വാങ്ങി കുറച്ച് അവിടെ ഇരിക്കാം. ഇങ്ങോട്ട് വാടി ചേട്ടാ.